നിങ്ങൾ അയച്ചു തന്ന ഈ പാഠഭാഗത്തെക്കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം. അത്ഭുത ശംഖ് 12ാം പാഠത്തിലെ ഒരു കുട്ടിക്കഥയാണിത്. അതെ, ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ കുട്ടികൾക്കുള്ള ഒരു ഗുണപാഠ കഥ. മിസ്ഹബ് എന്ന കുട്ടി, പിന്നെ കടൽ തീരത്ത് നിന്ന് കിട്ടിയ ഒരു മാന്ത്രിക ശംഖ്, 3 ആഗ്രഹങ്ങൾ. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ഫോർമുല. അതെ, അത് തന്നെ. പക്ഷേ ഇതിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നി ഇന്നത്തെ കാലത്ത് മുതിർന്നവർക്ക് പോലും പ്രസക്തമായ ചില കാര്യങ്ങൾ ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. തീർച്ചയായും ഇതൊരു കുട്ടിക്കഥയുടെ രൂപത്തിലാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൂല്യങ്ങളെക്കുറിച്ചുള്ള ധാരണകളെ അത് ചോദ്യം ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്? അതായത്, എന്താണ് ശരിക്കും വിലപ്പെട്ടത്? നമ്മൾ എന്തിനാണ് ഈ പുറംമോടിക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്? പിന്നെ സന്തോഷമെന്ന് നമ്മൾ വിചാരിക്കുന്ന പലതും യഥാർത്ഥത്തിൽ നമ്മളെ ഒറ്റപ്പെടുത്തുകയാണോ? ശരിയാണ്. ഇത്തരം ചില വലിയ ചോദ്യങ്ങളിലേക്കാണ് ഈ ലളിതമായ കഥ വിരൽ ചൂണ്ടുന്നത്. നിങ്ങളുടെ കുറിപ്പുകൾ വായിച്ചപ്പോൾ എനിക്കും മനസ്സിലായതും അതുതന്നെയാണ്. ഈ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. അതെ, ആ ചോദ്യങ്ങൾ തന്നെയാണ് എൻ്റെ മനസ്സിലും. അപ്പോ നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് തന്നെ പോകാം. മിസ്ഹബിന്റെ ആ കടൽത്തീര യാത്രയിൽ നിന്ന് തുടങ്ങാം. അവിടെ അവനൊരു നിധി കിട്ടുന്നുണ്ടല്ലോ, അല്ലേ? അല്ലേ, അതൊരു നിധിയാണെന്നാണ് അവൻ ആദ്യം കരുതുന്നത്. അതെ. മിസ്ഹബ് കൂട്ടുകാരുമായി കടൽ തീരത്ത് കളിക്കാൻ പോകുന്നു. അവിടെ പലതരം ശംഖുകൾ കാണുകയാണ്. നല്ല ഭംഗിയുള്ള പല നിറങ്ങളുള്ള ശംഖുകൾ. സ്വാഭാവികമായും അവനതൊക്കെ ഒരു ബാഗിൽ പെറുക്കിയെടുക്കുന്നു. വീട്ടിൽ കൊണ്ടുവന്ന് ഒരു പെട്ടിയിൽ ഭംഗിയായി ഒട്ടിച്ചു വെക്കാനാണ് പ്ലാൻ. അവനതിൽ ഏറ്റവും ഭംഗിയുള്ളതു മാത്രം തെരഞ്ഞെടുക്കുന്നു. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സ്വാഭാവികമാണ്. അതെ, ഒരു സ്വാഭാവികമായ കാര്യമല്ലേ? നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ ചെയ്യുക? കാണാൻ ഭംഗിയുള്ളതിനല്ലേ നമ്മൾ ആദ്യം വില കൽപ്പിക്കുക? വളരെ ശരിയാണ്. അവിടെയാണ് ഈ കഥയുടെ ഒരു മനഃശാസ്ത്രപരമായ തലം തുടങ്ങുന്നത്. നമ്മൾ സ്വാഭാവികമെന്ന് കരുതുന്ന ആ പ്രവൃത്തി, അതായത് സൗന്ദര്യത്തിന് മുൻഗണന നൽകുന്നത്, അത് മനുഷ്യസഹജമാണ്. തീർച്ചയായും. ആകർഷകമായതിലേക്ക് നമ്മൾ പെട്ടെന്ന് ചെല്ലും. പക്ഷെ ആ പ്രവൃത്തിയുടെ അനന്തരഫലമാണ് പിന്നീട് മിസ്ഹബിനെ ഒറ്റപ്പെടുത്തുന്നത്. ആ ഭംഗിയുള്ള ശംഖുകളുടെ കൂട്ടത്തിൽ ഒട്ടും ഭംഗിയില്ലാത്ത കറുത്തിരണ്ട ഒന്നും കൂടിയുണ്ടായിരുന്നു. അതെ, ഒരു കറുത്ത ശംഖ്. മറ്റ് ശംഖുകൾക്ക് അത്ര നിറമോ മിനുസമോ ഒന്നുമില്ലാത്തൊന്ന്. അതെ. മിസ്ഹബ് അത് കയ്യിലെടുത്ത് നോക്കിയിട്ട് ഇതിനെക്കൊണ്ടൊരു പ്രയോജനവുമില്ല, കാണാനും ഒരു ഭംഗിയുമില്ലാന്ന് പറഞ്ഞ് ചവിട്ടൂട്ടിലേക്ക് എറിയാൻ പോവാണ്. ഒരു നിമിഷം പോലും അവൻ രണ്ടാമതൊന്നും ആലോചിക്കുന്നില്ല. ഇല്ല. ആ ഒരു നിമിഷം വളരെ പ്രധാനപ്പെട്ടതാണ്. മുൻവിധിയെന്ന് പറയുന്നത് അതാണ്. ഒരു വസ്തുവിന്റെയോ വ്യക്തിയുടെയോ പുറമെയുള്ള രൂപം മാത്രം നോക്കി നമ്മൾ അതിന്റെ മൂല്യം തീരുമാനിക്കുന്നു. ആ കറുത്ത ശംഖിന് യാതൊരു സൗന്ദര്യപരമായ, അതായത് എസ്തറ്റിക് മൂല്യവുമില്ലെന്ന് മിസ്ഹബ് തീരുമാനിച്ചു. അതുകൊണ്ട് അതിനൊരു പ്രായോഗികമായ ഫങ്ഷണൽ മൂല്യവും ഉണ്ടാകില്ലെന്നും അവൻ ഉറപ്പിച്ചു. ശരിയാണ്. ഇത് നമ്മൾ മുതിർന്നവർ പോലും ദിവസവും ചെയ്യുന്ന ഒരു തെറ്റാണ്. ഒരു പുസ്തകത്തിന്റെ ചട്ട നോക്കി നമ്മൾ ഉള്ളടക്കത്തെ വിലയിരുത്തും. ഒരാളുടെ വസ്ത്രധാരണം നോക്കി അയാളുടെ സ്വഭാവത്തെയും. എന്നാൽ അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ് വരുന്നത്, അല്ലേ? അവൻ വലിച്ചെറിയാൻ പോയ ആ കറുത്ത ശംഖ് സംസാരിക്കാൻ തുടങ്ങുന്നു. അതെ, ഒരു നിമിഷം സംസാരിക്കുന്ന ഒരു ശംഖ്. ഒരു കുട്ടിക്കഥയാണെങ്കിൽ പോലും ആ ഒരു നിമിഷം അവൻ എത്രമാത്രം പേടിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ അത്ഭുതപ്പെട്ടിട്ടുണ്ടാകും. രണ്ടുമുണ്ടാകും. താൻ വിലയില്ലാത്തതെന്ന് കരുതിയ ഒരു വസ്തു തന്നോട് സംസാരിക്കുന്നു, അതും ഒരു വാഗ്ദാനവുമായി. അതെ അതെ. ആ ഞെട്ടലാണ് അവന്റെ ആദ്യത്തെ മുൻവിധിക്കേറ്റ പ്രഹരം. ശംഖ് അവനോട് പറയുന്നു, നീ എന്നെ ദൂരെ എറിയില്ലെങ്കിൽ ഞാൻ നിന്റെ 3 ആഗ്രഹങ്ങൾ സാധിച്ചു തരാമെന്ന്. ഇത് വളരെ രസകരമായൊരു നിമിഷമാണ്. കാരണം മിസ്ഹബ് അതുവരെ ശേഖരിച്ച ഭംഗിയുള്ള ശംഖുകൾക്കൊന്നും അവനോട് സംസാരിക്കാനോ അവനൊരു മിഠായി പോലും നൽകാനോ കഴിയില്ല. എന്നാൽ അവൻ പുച്ഛിച്ചു തള്ളിയ ആ വിരൂപമായ ശംഖിന് അവന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുണ്ട്. ശരിയാണ്. അതായത്, നമ്മൾ പുറമേ നോക്കി ഇതൊന്നും കൊള്ളില്ല എന്ന് തള്ളിക്കളയുന്ന പലതിന്റെയും ഉള്ളിൽ ഒരുപക്ഷെ വലിയൊരു ശക്തിയുണ്ടാവാം എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ആ സംഭവം. ആ ഞെട്ടലിൽ നിന്ന് പുറത്തുവന്ന മിസ്ഹബ് ആ വാഗ്ദാനം സ്വീകരിക്കുന്നു. അവൻ അവന്റെ ആദ്യത്തെ 2 ആഗ്രഹങ്ങൾ പറയുന്നു. അതെ. ഒന്നാമത്തേത് ലോകത്തുള്ള എല്ലാ കളിപ്പാട്ടങ്ങളും നിറഞ്ഞൊരു മുറി. റിമോട്ട് കാറുകൾ, വീഡിയോ ഗെയിമുകൾ, പറക്കുന്ന ഡ്രോണുകൾ. ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ സ്വപ്നം. രണ്ടാമത്തേത് ഇഷ്ടമുള്ള എല്ലാ ഭക്ഷണവും നിറഞ്ഞൊരു മേശ. ഐസ്ക്രീം, കേക്ക്, ചോക്ലേറ്റ്, ബിരിയാണി, അങ്ങനെയെല്ലാം. ഈ 2 ആഗ്രഹങ്ങളും ഒരു കുട്ടിയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ വളരെ സാധാരണമാണ്. പക്ഷെ അതിലൊരു പൊതുവായ സ്വഭാവമുണ്ടല്ലേ? ഉണ്ട്. എന്താണത്? ആ 2 ആഗ്രഹങ്ങളും തികച്ചും സ്വാർത്ഥമാണ്.
എനിക്കെന്ത് കിട്ടും എന്ന ചിന്തയിലൊന്നാണ് അവ വരുന്നത്. ശരിയാണ്. ഭൗതികമായ വസ്തുക്കളാണ് സന്തോഷത്തിന്റെ അടിസ്ഥാനം എന്നൊരു ധാരണ അതിലുണ്ട്. കൂടുതൽ കളിപ്പാട്ടങ്ങൾ കിട്ടുമ്പോൾ ഞാൻ കൂടുതൽ സന്തോഷവാനാകും, കൂടുതൽ ഭക്ഷണം കിട്ടുമ്പോൾ ഞാൻ കൂടുതൽ സന്തോഷവാനാകും. ഇന്നത്തെ ഉപഭോക്തൃ സംസ്കാരത്തിന്റെ ഒരു ചെറിയ പതിപ്പ് പോലെ. കൃത്യമായി പറഞ്ഞു, ആ കൺസ്യൂമർ കൾച്ചർ. വാങ്ങുക, നേടുക, അതുവഴി സന്തോഷിക്കുക. പക്ഷെ കഥ കാണിച്ചു തരുന്നത് നേരെ മറിച്ചാണ്. അതെ, ആഗ്രഹിച്ചതുപോലെ മുറി നിറയെ കളിപ്പാട്ടങ്ങളും ഭക്ഷണവും വന്നു. ആദ്യത്തെ കുറച്ചുനേരം അവൻ ആവേശത്തോടെ കളിച്ചു, ഭക്ഷണം കഴിച്ചു. സ്വാഭാവികം. പക്ഷേ പതിയെ അവനത് മടുത്തു തുടങ്ങി. ആ വലിയ മുറിയിൽ അവൻ ഒറ്റയ്ക്കാണ്. കളികൾ പങ്കുവയ്ക്കാൻ ആരുമില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ തമാശ പറയാൻ കൂട്ടുകാരില്ല. ആ ഒരു ശൂന്യത. അതെ, ആ ശൂന്യത അവനെ വല്ലാതെ അലട്ടാൻ തുടങ്ങി. അപ്പോഴാണ് അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നത്. ആ കാഴ്ചയാണ് എല്ലാം മാറ്റിമറിക്കുന്നത്. ആ കാഴ്ചയാണ് ഈ കഥയുടെ കാതൽ. ശരിക്കും അവൻ കാണുന്നത് തന്റെ കൂട്ടുകാർ മുറ്റത്തൊത്തുകൂടിയിരുന്ന് അവൻ നേരത്തെ ശേഖരിച്ചതുപോലെയുള്ള സാധാരണ ശംഖുകൾ വെച്ച് കളിക്കുന്നതാണ്. അവരുടെ കയ്യിൽ വില കൂടിയ റിമോട്ട് കാറുകളില്ല, പറക്കുന്ന ഡ്രോണുകളില്ല. പക്ഷേ അവരൊരുമിച്ചുണ്ട്. അവർ പരസ്പരം ചിരിക്കുന്നു, സംസാരിക്കുന്നു, കളികൾ പങ്കുവയ്ക്കുന്നു. അവരുടെ മുഖത്ത്. അതെ, അവരുടെ മുഖത്ത് മിസ്ഹബിന് തന്റെ മുറിയിൽ കണ്ടെത്താൻ കഴിയാത്ത ഒന്ന് കാണാൻ കഴിഞ്ഞു: യഥാർത്ഥ സന്തോഷം. ആ നിമിഷം അവനൊരു തിരിച്ചറിവുണ്ടാകുന്നു. തന്റെ കയ്യിലുള്ള ഈ കളിപ്പാട്ടങ്ങളോ ഭക്ഷണമോ അല്ല യഥാർത്ഥ സന്തോഷം നൽകുന്നത്, മറിച്ച് ഈ കൂട്ടുകാരുമായുള്ള നിമിഷങ്ങളാണ്. തന്റെ സ്വാർത്ഥതയാണ് തന്നെ ഈ മുറിയിൽ ഒറ്റയ്ക്കാക്കിയത് എന്നവൻ മനസ്സിലാക്കുന്നു. ഇത് ഇന്നത്തെ കാലഘട്ടവുമായി ചേർത്ത് വായിക്കുമ്പോൾ വളരെ പ്രസക്തമാണ്. എങ്ങനെ? ഉദാഹരണത്തിന്, സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നതുപോലെ ആളുകൾ തങ്ങൾക്ക് ലഭിക്കുന്ന പുതിയ ഫോണുകളും യാത്രകളും ഭക്ഷണവുമെല്ലാം പ്രദർശിപ്പിക്കുന്നു. പക്ഷെ പലപ്പോഴും ആ ഡിജിറ്റൽ ലോകത്തിനപ്പുറം അവരൊറ്റയ്ക്കായിരിക്കും. വളരെ നല്ലൊരു നിരീക്ഷണമാണത്. ഇന്നത്തെ ഇൻഫ്ലുവൻസർ കൾച്ചറിൽ ഇതൊരു വലിയ പാഠമാണ്. നമുക്ക് കിട്ടുന്ന കളിപ്പാട്ടങ്ങളും ഭക്ഷണവും നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ ഉപയോഗിക്കുമ്പോൾ, അതെ, മിസ്ഹബ് ചെയ്തതുപോലെ നമ്മളും ഒരു മുറിയിൽ ഒറ്റപ്പെട്ടു പോകുന്നു. യഥാർത്ഥ സന്തോഷം ആ കൂട്ടായ്മയിലാണ്, അല്ലാതെ അത് പ്രദർശിപ്പിക്കുന്നതിലല്ല. ഭൗതികമായ നേട്ടങ്ങൾ താൽക്കാലികമായ ആവേശം നൽകുമെങ്കിലും നിലനിൽക്കുന്ന സംതൃപ്തി ലഭിക്കുന്നത് മനുഷ്യബന്ധങ്ങളിൽ നിന്നും പങ്കുവയ്ക്കലിൽ നിന്നുമാണ്. തന്റെ കയ്യിലുള്ളതെല്ലാം തനിക്ക് മാത്രമായിരിക്കണം എന്ന ചിന്തയാണ് മിസ്ഹബിനെ കൂട്ടുകാരിൽ നിന്ന് അകറ്റിയത്. ആ ഒറ്റപ്പെടലാണ് അവനെ ഏറ്റവും വലിയ പാഠം പഠിപ്പിച്ചത്. ആ തിരിച്ചറിവിൽ നിന്നാണ് അവന്റെ മൂന്നാമത്തെയും അവസാനത്തെയും ആഗ്രഹം വരുന്നത്. ആ ആഗ്രഹത്തിലൊരു പശ്ചാത്താപം കൂടിയുണ്ടല്ലേ? തീർച്ചയായും. അതൊരു വസ്തുവിനു വേണ്ടിയായിരുന്നില്ല. അവൻ ശംഖിനോട് ആവശ്യപ്പെടുന്നത് എനിക്കെന്റെ കൂട്ടുകാരെ തിരികെ വേണം. അതോടൊപ്പം മറ്റുള്ളവരുമായി പങ്കുവെക്കാനും അവർക്ക് നല്ലത് വരണമെന്നാഗ്രഹിക്കാനുമുള്ള ഒരു മനസ്സെനിക്ക് തരണം. എനിക്ക് എന്ന ചിന്തയിൽ നിന്ന് നമ്മൾക്ക് എന്ന ചിന്തയിലേക്ക് അവൻ മാറുന്ന നിമിഷമാണത്. അതെ, സ്വാർത്ഥതയിൽ നിന്ന് ഉദാരതയിലേക്കുള്ളൊരു മാറ്റം. അവന്റെ സ്വഭാവത്തിൽ വന്ന വളർച്ചയാണ് ആ മൂന്നാമത്തെ ആഗ്രഹം. ഇവിടെയാണ് ആ കറുത്ത ശംഖിന്റെ യഥാർത്ഥ മൂല്യം നമ്മൾ തിരിച്ചറിയുന്നത്. എങ്ങനെയാണത്? മിസ്ഹബ് വലിച്ചെറിയാൻ തീരുമാനിച്ച ആ വിരൂപമായ ശംഖാണ് അവന് ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട പാഠം നൽകിയത്. ശരിയാണ്. മറ്റു ശംഖുകൾക്കവന് അലങ്കാരങ്ങൾ നൽകാനേ കഴിഞ്ഞുള്ളൂ. എന്നാൽ ഈ ശംഖിന് അവന്റെ സ്വഭാവത്തെ തന്നെ മാറ്റാൻ കഴിഞ്ഞു. സൗന്ദര്യപരമായ മൂല്യം കുറഞ്ഞ ഒന്നിന് എങ്ങനെയാണ് ഏറ്റവും വലിയ പ്രായോഗിക മൂല്യമുണ്ടാകുന്നത് എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണിത്. നിങ്ങൾ നൽകിയ കുറിപ്പുകളിൽ ഈ കഥയിലെ ചില വാക്കുകളെക്കുറിച്ചും പറയുന്നുണ്ട്. അത് കഥയുടെ ആശയം കൂടുതൽ വ്യക്തമാക്കാൻ സഹായിക്കുമെന്ന് തോന്നുന്നു. ഉദാഹരണത്തിന്, ആഗ്രഹം എന്ന വാക്കിന് പകരം അഭിലാഷം എന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനൊരു ആഴം കൂടുന്നുണ്ട്. ശരിയാണ്. അതുപോലെ പങ്കിടൽ എന്നതിനപ്പുറം ഉദാരത എന്ന വാക്കുപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം കൂടുതൽ വിശാലമാകുന്നു. അതെ, വെറുതെ കയ്യിലുള്ളത് കൊടുക്കുന്നതല്ലല്ലോ ഉദാരത. മറ്റൊരാളുടെ സന്തോഷത്തിൽ കൂടി സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയാണത്. മിസ്ഹബ് അവസാനം ആഗ്രഹിച്ചതാണ്. വെറുമൊരു കളിപ്പാട്ടം കൂട്ടുകാരന് കൊടുക്കുന്നതിനപ്പുറം അവരുടെ കൂടെ കളിക്കുന്നതാണ് യഥാർത്ഥ സന്തോഷമെന്ന് തിരിച്ചറിയാനുള്ള ഒരു മനസ്സാണ് അവൻ ചോദിച്ചത്. അതുപോലെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ആ സൗന്ദര്യപരമായ, പ്രായോഗികമായ എന്നീ ആശയങ്ങൾ അതിവിടെ വളരെ വ്യക്തമാണ്. അതെ, ഭംഗിയുള്ള ശംഖുകൾക്ക് സൗന്ദര്യപരമായ മൂല്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പെട്ടിയിൽ ഒട്ടിച്ചുവെച്ചു നോക്കി സന്തോഷിക്കാം, അത്രമാത്രം. അതെ, ഒരു അലങ്കാര വസ്തു. പക്ഷെ കറുത്ത ശംഖിന്
പ്രായോഗികമായ മൂല്യമായിരുന്നു. അത് മിസ്ഹബിന് ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക മാത്രമല്ല, അവനെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റുകയും ചെയ്തു. ശരിയാണ്. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഈ തെറ്റ് ചെയ്യാറുണ്ട്. ആകർഷകമായ ജോലികൾ, ബന്ധങ്ങൾ, വസ്തുക്കൾ ഇതിന്റെയൊക്കെ പുറകെ പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഗുണം ചെയ്യുന്ന, നമ്മളെ വളർത്തുന്ന പലതിനെയും നമ്മൾ കാണാതെ പോകും. കാരണം അവയ്ക്ക് ഒരുപക്ഷെ പുറമേക്ക് അത്ര തിളക്കമുണ്ടാവില്ല. അത് തന്നെ. കൃത്യമായി പറഞ്ഞു. ഒരു പുസ്തകത്തിന്റെ വില അതിന്റെ മനോഹരമായ പുറംചട്ടയിലല്ല, ഉള്ളിലെ അറിവിലാണ്. ഒരു വ്യക്തിയുടെ മൂല്യം അയാളുടെ രൂപത്തിലല്ല, സ്വഭാവഗുണത്തിലാണ്. കറുത്ത ശംഖ് ഈ വലിയ ആശയത്തിന്റെ ഒരു പ്രതീകം മാത്രമാണ്. അത് നമ്മളോട് പറയുന്നത് ഉപരിപ്ലവമായ കാഴ്ചകൾക്കപ്പുറത്തേക്ക് നോക്കാനാണ്. എളുപ്പത്തിൽ കണ്ണിൽപ്പെടാത്തതിലായിരിക്കാം യഥാർത്ഥ നിധി ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ കഥയുടെ ആകെത്തുക എന്ന് പറയുന്നത് ബാഹ്യരൂപത്തിൽ ആകൃഷ്ടരാകാതെ ബന്ധങ്ങൾക്കും പങ്കുവെക്കലിനും പ്രാധാന്യം നൽകണമെന്നാണ്. അതെ. മിസ്ഹബിന്റെ ആദ്യത്തെ 2 ആഗ്രഹങ്ങൾ അവന് സന്തോഷം നൽകിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ശരിയായ പാതയിലേക്ക് നയിച്ച 3ാമത്തെ ആഗ്രഹം ഉണ്ടാവുന്നത്. അതൊരു പശ്ചാത്താപത്തിൽ നിന്ന് വന്നതായിരുന്നു. അത് നമ്മളെ ഒരു രസകരമായ ചിന്തയിലേക്ക് നയിക്കുന്നുണ്ട്. നിങ്ങൾ നൽകിയ കുറിപ്പിലെ ആ വഴികാട്ടി ചോദ്യം എനിക്കിഷ്ടപ്പെട്ടു. ഏതാണത്? ചോദ്യം ഇതാണ്: ഒരു നിബന്ധനയുണ്ടെന്ന് കരുതുക. മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഗുണമുള്ള ആഗ്രഹങ്ങൾ മാത്രമേ ആ കറുത്ത ശംഖ് സാധിച്ചു തരികയുള്ളൂ എങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ ആഗ്രഹം എന്തായിരിക്കും? അതൊരു മികച്ച ചോദ്യമാണ്. കാരണം ആ ഒരു നിബന്ധന നമ്മുടെ ചിന്താരീതിയെ തന്നെ മാറ്റിമറിക്കും. സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കുക എനിക്കെന്ത് വേണമെന്നാണ്. അതെ. പക്ഷേ ഇവിടെ നമുക്കൊരുമിച്ചെന്ത് വേണമെന്ന് ചിന്തിക്കാൻ നമ്മൾ നിർബന്ധിതരാവും. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ വ്യക്തിഗത നേട്ടങ്ങളിൽ നിന്ന് ഒരു സാമൂഹികമായ നന്മയിലേക്ക് മാറും. അതെ. എനിക്കൊരു പുതിയ കാർ വേണം എന്നാഗ്രഹിക്കുന്നതിന് പകരം ഞങ്ങളുടെ നാട്ടിലെ എല്ലാവർക്കും യാത്ര ചെയ്യാൻ നല്ല റോഡുകൾ വേണം എന്നാഗ്രഹിക്കേണ്ടി വരും. ശരിയാണ്. എനിക്ക് നല്ല ഭക്ഷണം കിട്ടണം എന്നതിന് പകരം വിശക്കുന്ന ഒരാളും ഇവിടെ ഉണ്ടാകരുത് എന്ന് ചിന്തിക്കേണ്ടി വരും. ആഗ്രഹത്തിന്റെ സ്വഭാവം തന്നെ മാറുകയാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാരത എന്ന ആശയത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നു. നിങ്ങളുടെ കുറിപ്പിൽ ആ ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ ഉദാരത പോലുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കാനും പറയുന്നുണ്ട്. അതാ ചിന്തയ്ക്ക് കൂടുതൽ വ്യക്തത നൽകും. അപ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കും ചിന്തിക്കാൻ വേണ്ടി ഈ ചോദ്യം ഞങ്ങളിവിടെ നൽകുകയാണ്. മറ്റുള്ളവർക്കു കൂടി ഗുണകരമാകുന്നൊരാഗ്രഹം മാത്രമേ സാധിക്കൂ എങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ആദ്യത്തെ അഭിലാഷം? ഈ ഒരു ചിന്തയോട് നമുക്ക് ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം.